ഹലോ നമസ്കാരം, എല്ലാവർക്കും ലേണിംഗ് കർവ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിലെ സബ്സെറ്റ്, പ്രോപ്പർ സെറ്റ്, സൂപ്പർ സെറ്റ് എന്നീ ടോപ്പിക്കുകളാണ്. അപ്പോൾ എന്താണ് സബ്സെറ്റ് എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് സബ്സെറ്റ്? എ എന്ന സെറ്റിൻ്റെ സബ്സെറ്റാണ് ബി. എ സബ്സെറ്റ് ഓഫ് ബി എങ്കിൽ, ബി എന്ന സെറ്റിൻ്റെ സബ്സെറ്റാണ് എ എങ്കിൽ, എക്സ് എയിലുണ്ടെങ്കിൽ, എക്സ് എന്ന എലമെൻറ്റ് എയിലുണ്ടെങ്കിൽ എക്സ് എവിടെയും കാണും? ബിയിലും കാണും. അതായത് എയിലെ എല്ലാ എലമെൻസും ബിയിൽ കാണും. പ്രോപ്പർ സബ്സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് തന്നെയാണ്. എ എന്ന സെറ്റിലെ എല്ലാ എലമെൻസും ബിയിൽ കാണും. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, എ എന്താവൂല? ബിക്ക് ഈക്വൽ ആവൂല. അതാണ് ഇവിടെ പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ. ഇത് തന്നെയാണ് സൂപ്പർ സെറ്റിൻ്റെ ആശയവും. ഒരു വ്യത്യാസമുണ്ട്. എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറയാം. ബി എന്തിൻ്റെ സൂപ്പർ സെറ്റ് ആവും? എയുടെ സൂപ്പർ സെറ്റ് ആവും. ഇനി നമ്മൾ അത് വെച്ചിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? എ എന്ന സെറ്റ് ബി എന്ന സെറ്റിന് ഈക്വൽ ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും, ബി സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും. അതിനുശേഷം എന്ത് പഠിച്ചു? എ എന്ന സെറ്റിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഏതൊരു സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. ഫൈ എന്ന സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്, വോയിഡ് സെറ്റ്, എം ടി സെറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചത് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റായിട്ട് വരും. അതാണ് ഫൈ സബ്സെറ്റ് ഓഫ് എ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എ എന്ന സെറ്റിൽ n എലമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എയുടെ സബ്സെറ്റുകൾ എത്ര എണ്ണം കാണും? 2n സബ്സെറ്റ്സ് കാണും എയ്ക്ക്. പ്രോപ്പർ സബ്സെറ്റ് എത്ര കാണും? 2n -1 പ്രോപ്പർ സബ്സെറ്റ് കാണും. അതാണ് നമ്മൾ പിന്നെ പഠിച്ചത്. പിന്നെ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചു. അതായത് ബിയുടെ സബ്സെറ്റാണ് എ, സിയുടെ സബ്സെറ്റാണ് ബി എങ്കിൽ സിയുടെ സബ്സെറ്റ് ആരാവും? എ ആവും. അതായത് എക്സ് എന്ന് പറയുന്നത് എയിലുണ്ടെങ്കിൽ എക്സ് എവിടെ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം? എക്സ് ബിയിലുണ്ടെന്നാണ് അർത്ഥം. എക്സ് ബിയിലുണ്ടെങ്കിൽ എവിടെയുണ്ട്? എക്സ് സിയിലുണ്ട്. ഇതിൻ്റെ അർത്ഥം എക്സ് എയിലുണ്ടെങ്കിൽ എവിടെയുണ്ടെന്നാണ്? എക്സ് സിയിലുണ്ടെന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? എ സബ്സെറ്റ് ഓഫ് സി എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ തിയറി പാർട്ട് പഠിക്കാനുള്ളത്. എന്താണ് സബ്സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ്, സൂപ്പർ സെറ്റ്, പിന്നെ അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ്. സോ നെക്സ്റ്റ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ പ്രോബ്ലംസിലോട്ട് നോക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് പ്രോബ്ലം? എ എന്ന് പറയുന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്. 1 2 സെറ്റ് 3 4 5. 1 2 സെറ്റ് 3 4 5. എ എന്ന് പറയുന്ന സെറ്റ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 1 2 സെറ്റ് 3 4 5. അപ്പോൾ ഇത് റോസ്റ്റർ ഫോമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു പ്രത്യേകത എന്തെന്നാൽ സെറ്റ് 3 4 ഇവിടെ 1 എയുടെ എലമെൻ്റാണ്, 2 ഇവിടെ എയുടെ എലമെൻ്റാണ് എന്നൊക്കെ പറയുന്ന പോലെ സെറ്റ് 3 4 ആണ് എയുടെ എലമെൻറ്റ്. സെറ്റ് 3 4 ആണ് എയിലെ എലമെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്തിൻ്റെ 5 ഇതിൻ്റെ ഒരു എലമെൻ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ സെറ്റിൽ നിന്നും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചോദ്യം നോക്കാം. എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ നോക്കേ, സെറ്റ് 3 4 ഇസ് എ സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 3 4 എയുടെ സബ്സെറ്റ് ആകുമോ എന്നുള്ളത്. സെറ്റ് 3 4 എയുടെ സബ്സെറ്റ് ആകുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്താണ്? സെറ്റ് 3 4 എയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ 3ഉം 4ഉം എവിടെ ഉണ്ടായിരിക്കണം? എയിലുണ്ടായിരിക്കണം. നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിൽ 3ഉം 4ഉം ഉണ്ടോ? ഇല്ല. പകരം എന്താണുള്ളത്? സെറ്റ് 3 4 ആണ് എയിലുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ശരിയാണോ? റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. സെറ്റ് 3 4 എലമെൻറ്റ് ഓഫ് എ. ശരിയാണോ? സെറ്റ് 3 4 എയുടെ എലമെൻ്റ് ആണ്. അത് ശരിയാണ്. ശരിയല്ലേ? സെറ്റ് 3 4 എയിലുണ്ട്. അത് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ഓഫ് സെറ്റ് 3 4 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അത് ശരിയാണോ? അത് ശരിയാവണമെങ്കിൽ സെറ്റ് ഓഫ് സെറ്റ് 3 4 എന്ന് പറയുമ്പം സെറ്റ് 3 4 സെറ്റ് ഓഫ് സെറ്റ് 3 4ലെ എലമെൻ്റ് എന്ന് പറയുന്നത് സെറ്റ് 3 4 ആണ്. സെറ്റ് 3 4 എവിടെ വരണം? എയിൽ വരണം. ശരിയാണോ? സെറ്റ് 3 4 എയിലുണ്ട്. അപ്പോൾ അത് ശരിയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം.
വൺ എലമെൻറ്റ് ഓഫ് എ, വൺ എയിലെ എലമെൻ്റ് ആണോ? ശരിയാണ്, അതും ശരിയാണ്, റൈറ്റ്. ഇനി എന്ത് ചെയ്യാം? അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വൺ സബ്സെറ്റ് ഓഫ് എ, വണ്ണ് എയുടെ സബ്സെറ്റ് ആവുമെന്ന്. വൺ എന്ന് പറയുന്നത് എയിലെ എലമെൻ്റ് ആണ്. വൺ എന്ന് പറയുന്നത് വൺ എലമെൻ്റ് ഓഫ് എ ആണ്. വൺ എയിലെ സബ്സെറ്റ് ആവുമോ? ഒരിക്കലുമില്ല. വൺ എയിലെ സബ്സെറ്റ് ആവണമെങ്കിൽ വൺ എന്ന് പറയുന്ന എലമെൻ്റ് ആണ്, വൺ ഇവിടെ എയുടെ സബ്സെറ്റ് ആവില്ല. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ആറാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ആറാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് 1 2 5, സെറ്റ് 1 2 5 സബ്സെറ്റ് ഓഫ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 2 5 എന്നീ എലമെൻറ്റുകളുള്ള സെറ്റ് എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആവുമോ? എയുടെ സബ്സെറ്റ് ആവും. കാരണം എന്താണ്? 1 2 5 എയിലും ഉണ്ട്, 1 2 5 ഈ സെറ്റിലുണ്ടെങ്കിൽ 1 2 5 ഈ എയിലും ഉണ്ട്. അതുകൊണ്ട് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ഏഴാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ 1 2 5 സെറ്റ് 1 2 5 എലമെൻറ്റ് ഓഫ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സെറ്റ് 1 2 5 ആണോ എലമെൻറ്റ്? അല്ല, 1 2 5 ആണ് എലമെൻറ്റ്. 1 2 5 ഒക്കെ എയുടെ എലമെൻ്റ് ആണ്. സെറ്റ് 1 2 5 അല്ല എലമെൻറ്റ്. അതുകൊണ്ട് നമ്മുടെ ഏഴാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണെന്ന് പറയാം. അടുത്ത എട്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോയാലോ. എട്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? 5 സബ്സെറ്റ് ഓഫ് എ. അത് നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? 5 എന്ന് പറയുന്നത് ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ് ആവും. അപ്പോൾ ഇത് ശരിയാണ്, റൈറ്റ് ആണ്. അതുകൊണ്ട് ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോപ്പർ സബ്സെറ്റ് ആണെന്നേ ഉള്ളൂ. 5 എന്ന് പറയുന്നത് സബ്സെറ്റ് ആയാലും പ്രോപ്പർ സബ്സെറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഒമ്പതാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒമ്പതാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? 5 എലമെൻറ്റ് ഓഫ് എ. ഇത് ഈ സെറ്റിനകത്ത് എവിടെയെങ്കിലും 5 എലമെൻ്റ് ആയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. അടുത്ത പത്താമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? സെറ്റ് 5 സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 5 എയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ, സെറ്റ് 5 എയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ 5 എവിടുത്തെ എലമെൻ്റ് ആവണം? 5 എയിലെ എലമെൻ്റ് ആവണം. 5 എയിലെ എലമെൻ്റ് ആണോ? അല്ല. അതുകൊണ്ട് സെറ്റ് 5 ആരുടെ സബ്സെറ്റ് ആവില്ല? എയിലെ സബ്സെറ്റ് ആവില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഇതിനകത്ത് ഈ പ്രോബ്ലം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇതിനകത്ത് 6 എലമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സെറ്റ് 3 4 എലമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ട്രാപ്പ് എന്ന് പറയുന്നത് 1 ഇതിനകത്ത് എലമെൻറ്റാണ്. ശരിയല്ലേ? 1 ഇതിനകത്ത് എലമെൻറ്റാണ്. നമ്മളോട് ചോദിക്കുവാണ് സെറ്റ് 1 ഇതിലെ എലമെൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പം, സെറ്റ് 1 ഇതിലെ എലമെൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പം നമ്മൾ നോക്കും 1 കിടപ്പുണ്ട്. അപ്പോൾ സെറ്റ് 1 ഇതിലെ എലമെൻ്റ് ആണെന്ന് വിചാരിക്കും. ശരിയാണോ? അല്ല. കാരണം സെറ്റ് 1 ഇതിനകത്തില്ല, 1 ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരിയെന്ന സ്റ്റേറ്റ്മെൻ്റ് ആക്കാൻ എന്താണ്? സെറ്റ് 1 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എ എന്ന് വിചാരിച്ചാൽ മതി. ഇതാണ് മറ്റൊരു ട്രാപ്പ്. വേറൊരു ട്രാപ്പ് എന്ന് പറയുന്നത് സെറ്റ് 5 ഇതിനകത്ത് എലമെൻ്റ് ആണോ എന്ന് ചോദിച്ചേക്കുന്ന ഈ ഒരു ചോദ്യം. സെറ്റ് 5 ഇതിനകത്ത് എലമെൻ്റ് ആണോ എന്ന് ചോദിച്ചേക്കുന്ന ഈ ഒരു ചോദ്യം. സെറ്റ് 5 എലമെൻ്റ് ആവണമെങ്കിൽ 5 ആരുടെ എലമെൻ്റ് ആവണം? 5 എയിലെ എലമെൻ്റ് ആണ്. സെറ്റ് 5 സബ്സെറ്റ് ഓഫ് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 5 എയ്ക്കകത്ത് ഉണ്ടായിരിക്കണം. 5 എയ്ക്കകത്തില്ല എന്നുണ്ടെങ്കിൽ, ഇതിക്കകത്ത് ഇല്ലല്ലോ, എയ്ക്കകത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെന്താണ്? അതൊരു ചെക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്? റോങ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട ട്രാപ്പുകളാണ് ഞാൻ പറഞ്ഞത്. സെറ്റ് 5 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെ ആവണമെങ്കിൽ 5 എവിടുത്തെ എലമെൻ്റ് ആയിരിക്കണം? എയിലെ എലമെൻ്റ് ആയിരിക്കണം. നമ്മൾ ചോദ്യത്തിൽ നോക്കിയപ്പോൾ 5 എയിലെ എലമെൻ്റ് ആണോ? അല്ല. 5 ഏതിലെ എലമെൻ്റ് അല്ലാത്തത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം നോക്കിയേ. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമിൻ വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ഞാൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നോക്കുക. ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്യണം. ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ഫാൾസ് ആണെന്നും പറയാം, അല്ലേ? പ്രൂവ് ചെയ്യുമ്പോൾ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ഫാൾസ് ആണെന്നും പറയാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കിയേ. ഇഫ് എക്സ് എലമെൻറ്റ് ഓഫ് പി ആൻഡ് പി എലമെൻറ്റ് ഓഫ് ക്യൂ ദെൻ എക്സ് എലമെൻറ്റ് ഓഫ് ക്യൂ എന്നാണ് തന്നിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് പിയിലെ എലമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പി എന്ന് പറയുന്നത് ക്യൂ എന്ന സെറ്റിലെ എലമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? എക്സ് ക്യൂവിലെ എലമെൻ്റ് ആണെന്നാണ് ഇംപ്ലൈ ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇത് ശരിയാണോ ഇല്ലയോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. പി എന്ന് പറയുന്ന സെറ്റ് 1 ആണ്. അതായത് 1 പിയിലെ എലമെൻ്റായി. ആൻഡ് പി ഏത് എലമെൻ്റ് ആണോ, ക്യൂ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻ്റ് ആണോ. അതായത് സെറ്റ് 1 എലമെൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു സെറ്റ് എടുത്ത് ക്യൂ. അപ്പോൾ ഇവിടെ എന്താണ്, സെറ്റ് 1 ക്യൂവിലെ എലമെൻ്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇതെന്ത് ഇംപ്ലൈ ചെയ്യുന്നു? സെറ്റ് 1 ഇതെന്ത് ഇംപ്ലൈ ചെയ്യുന്നു? എക്സ് എലമെൻ്റ് ഓഫ് ക്യൂ എന്നാണ്. അതായത് 1 ക്യൂവിലെ എലമെൻ്റ് ആവണം. നമ്മൾ നോക്കേ, ക്യൂ എന്ന് പറയുന്ന സെറ്റ് നോക്കുക. അതിനകത്ത് സെറ്റ് 1 ഒരു എലമെൻ്റ് ആണ്, 2 ഒരു എലമെൻ്റ് ആണ്. 1 ഇതിനകത്ത് എലമെൻ്റ് ആവുമോ? 1 ഇതിനകത്ത് എലമെൻ്റ് അല്ല. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. 1 ഇതിനകത്ത് എലമെൻ്റ് അല്ല. അപ്പോൾ ഇതെന്താണ്? ഇത് ഫാൾസ് ആണ്. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? നമുക്കിനി രണ്ടാമത്തെ പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. ഇഫ് പി സബ്സെറ്റ് ഓഫ് ക്യൂ. ഇതാണ് രണ്ടാമത്തെ പ്രോബ്ലം. അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ വീണ്ടും മാറിപ്പോവും. പി എന്തിലെ സബ്സെറ്റാണ്? ക്യൂവിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ പി ക്യൂവിൻ്റെ സബ്സെറ്റാണ്, ക്യൂ ആറിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ പി സബ്സെറ്റ് ഓഫ് ആർ ആവുമോ? ആവും. ഇത് നമ്മൾ എന്ത് വെച്ച് പഠിച്ചതാണ്? നമ്മളൊരു പ്രോപ്പർട്ടി വെച്ച് പഠിച്ചതാണ്. അതായത് പി എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു. പി എന്ന് പറയുന്ന സെറ്റിനകത്ത് 1ഉം 2ഉം ഉണ്ട്. ഓട്ടെ, നമ്മൾ നേരത്തെ എടുത്ത സെറ്റ് തന്നെ എടുക്കാം. പി എന്ന് പറയുന്ന സെറ്റ് 1. ക്യൂ എന്ന് പറയുന്നത് പി സബ്സെറ്റ് ഓഫ് ക്യൂ അല്ലേ. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് 1, 2. ആർ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3. ഇവിടെ എന്താണ്? പി എവിടുത്തെ പ്രോപ്പർ സബ്സെറ്റാണ്? ക്യൂവിൻ്റെ പ്രോപ്പർ സബ്സെറ്റാണ്. അതായത് പി 1-ലുണ്ട്. പിക്കകത്തെ ഒരു എലമെൻ്റ് ആണ് 1 എവിടെയുണ്ട്? ക്യൂവിലുണ്ട്. അപ്പോൾ ഇതെന്താണ്? പി സബ്സെറ്റ് ഓഫ് ക്യൂ എന്ന് പറയാം. ഇനി നമ്മൾ നോക്കുമ്പം ക്യൂ സബ്സെറ്റ് ഓഫ് ആർ എന്നും പറയാം, അല്ലെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ആർ എന്ന് പറയാം. കാരണം എന്താണ്? ക്യൂവിനകത്തുള്ള എലമെൻറ്റ്സ് 1ഉം 2ഉം ആറിനകത്തും ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി പിക്കകത്തുള്ള 1 എവിടെയുണ്ട്? ആറിനകത്തും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പി സബ്സെറ്റ് ഓഫ് അല്ലെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ആർ എന്നും പറയാം. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഓക്കെ ആണോ? അത് ട്രൂ ആണ്. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ പ്രൂവ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. എക്സ് എലമെൻറ്റ് ഓഫ് പി ആണ്. എക്സ് എവിടുത്തെ എലമെൻ്റ് ആണ്? പിയിലെ എലമെൻ്റ് ആണ്. പി നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ. പി എവിടുത്തെ സബ്സെറ്റ് അല്ല, ക്യൂവിൻ്റെ സബ്സെറ്റ് അല്ല. എക്സ് എലമെൻ്റ് ഓഫ് ക്യൂ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും. ഒരു എക്സാമ്പിളിലൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത എക്സാമ്പിൾ പി എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. ക്യൂ എന്ന് പറയുന്ന സെറ്റ് എന്തെടുക്കണം? ഇത് 1 എലമെൻ്റ് അല്ലാത്ത മറ്റൊരു സെറ്റ്, 2ഉം 3ഉം എടുത്തുള്ളൂ ഒരു സെറ്റ്. അപ്പോൾ പി ഉണ്ട്, ക്യൂ ഉണ്ട്. ഇവിടെ 1 ആരുടെ എലമെൻ്റ് ആണ്? 1 പിയിലെ എലമെൻ്റ് ആണ്. 1 എവിടുത്തെ എലമെൻ്റ് ആവില്ല? 1 ക്യൂവിലെ എലമെൻ്റ് ആവുമോ? 1 ക്യൂവിലെ എലമെൻ്റ് ആവില്ല. കാരണം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പി നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്ത് പറയുന്നുണ്ട്? ഇംപ്ലൈസ് 1 എലമെൻ്റ് ഓഫ് ക്യൂ എന്ന് പറയുന്നുണ്ട്. 1 ക്യൂവിൽ എലമെൻ്റ് ആവുമോ? ഇല്ല, 1 ക്യൂവിൽ എലമെൻ്റ് ആവില്ല. അപ്പോൾ ഇതെന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഇത് ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഓക്കെ അല്ലേ? അത് ഓക്കെ ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇഫ് പി, ഇതിപ്പോൾ 3 ചോദ്യം കഴിഞ്ഞു. ഇപ്പോൾ 4ാമത്തെ ചോദ്യമാണ് പറയുന്നത് പി സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. പി സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. പിന്നെ എന്ത് പറഞ്ഞിരിക്കുന്നു? ക്യൂ എലമെൻ്റ് ഓഫ് ആർ ആണ്. ക്യൂ എവിടുത്തെ എലമെൻ്റ് ആണ്? ആറിലെ എലമെൻ്റ് ആണ്. അതെന്ത് ഇംപ്ലൈ ചെയ്യുന്നു? പി ആറിലെ എലമെൻ്റ് ആണെന്ന് ഇംപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന സെറ്റ് നമ്മൾ നേരത്തെ എടുത്ത സെറ്റ് 1 എന്ന് എടുക്കുന്നു. ക്യൂ പി സബ്സെറ്റ് ഓഫ് ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന സെറ്റിനകത്ത് 1 ഉണ്ടായിരിക്കണം, 1, 2 എന്ന് പറയുന്ന സെറ്റ്. ഈ ക്യൂ എവിടുത്തെ എലമെൻ്റ് ആണ്? ആറിലെ എലമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 എന്ന് പറയുന്ന സെറ്റിനകത്ത് ക്യൂ എന്ന സെറ്റ് എലമെൻ്റ് ആയിട്ട് പറയണം. അതായത് സെറ്റ് 1, 2, 3 ഇങ്ങനെയാണ് 6 എന്ന് പറയുന്ന സെറ്റ് എടുത്തത്. നോക്കിയാൽ പി എന്ന് പറയുന്ന സെറ്റിനകത്ത് എലമെൻ്റ് ആണ് 1, ക്യൂ എന്ന് പറയുന്ന സെറ്റിനകത്ത് എലമെൻ്റ് ആണ് 1, 2, 6 എന്ന് പറയുന്ന സെറ്റിനകത്ത് എലമെൻ്റ് ആണ്
സെറ്റ് 1 2 3. ഇത്രയും മനസ്സിലായല്ലോ. പി സബ്സെറ്റ് ഓഫ് ക്യൂ ആണോ? അതെ, കാരണം ഒന്ന് എവിടെയുണ്ട്? ഒന്ന് ക്യൂവിനകത്ത്, ഒന്ന് പിയിലും ഉണ്ട് ക്യൂവിലും ഉണ്ട്. അപ്പോൾ പി സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. ആൻഡ് ക്യൂ എലമെൻറ്റ് ഓഫ് ആർ ആണോ? ക്യൂ എന്ന് പറയുന്നത് സെറ്റ് 1 2 ആണ്. സെറ്റ് 1 2 ആറിലെ എലമെൻ്റ് ആണ്. അപ്പം ക്യൂ എലമെൻറ്റ് ഓഫ് ആർ ആണ്. ഇംപ്ലൈസ് ഇത് തന്നിരിക്കുന്നത് പി എലമെൻറ്റ് ഓഫ് ആർ എന്നാണ്. അതായത് പി എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് 1 എവിടെ വരണം? സെറ്റ് 1 ആറിനകത്ത് വരണം. സെറ്റ് 1 ആറിനകത്തുണ്ടോ? ഇല്ല. അപ്പോൾ പി നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പി എലമെൻറ്റ് ഓഫ് ആർ എന്നാണ്. അതുകൊണ്ട് അതൊരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാം. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? പി നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ. പി എവിടുത്തെ സബ്സെറ്റ് അല്ല? ക്യൂവിൻ്റെ സബ്സെറ്റ് അല്ല. പി ക്യൂവിൻ്റെ സബ്സെറ്റ് അല്ല എന്ന് തന്നിരിക്കുന്നു. പി ക്യൂവിൻ്റെ സബ്സെറ്റ് അല്ല. ക്യൂ നോട്ട് എ സബ്സെറ്റ് ഓഫ് ആർ. ക്യൂ എവിടുത്തെ സബ്സെറ്റ് അല്ല? ആറിൻ്റെ സബ്സെറ്റ് അല്ല. ഇത് എന്ത് ഇംപ്ലൈ ചെയ്യുന്നു എന്നാണ്? പി നോട്ട് എ സബ്സെറ്റ് ഓഫ് ആർ എന്നാണ് ഇംപ്ലൈ ചെയ്യുന്നത്. പി നോട്ട് എ സബ്സെറ്റ് ഓഫ് ആർ എന്നാണ് ഇംപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് പി എന്തെടുക്കാം? പി എന്ന് പറയുന്ന സെറ്റ് 1 ആണ്. ക്യൂ എന്ന് പറയുന്ന സെറ്റ് എന്തെടുക്കാം? ക്യൂ എന്ന് പറയുന്ന സെറ്റിനകത്ത് പി ക്യൂവിൻ്റെ സബ്സെറ്റ് ആവരുത് എന്നാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് 1 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് 1 വരല്, 1 വരാത്ത മറ്റൊരു സെറ്റ് എടുക്കും. പിന്നെന്താണ് പറയുന്നത്? ക്യൂ എന്ന് പറയുന്ന ആറിൻ്റെ സബ്സെറ്റ് ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂ എന്ന് പറയുന്ന ആറിൻ്റെ സബ്സെറ്റ് ആവരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ ആറെന്ന് പറയുന്നത് 1 4 5 എടുക്കാമല്ലോ. 1 4 5 എടുക്കാം. ക്യൂ ഇവിടെ ആറിൻ്റെ സബ്സെറ്റ് അല്ല. സോ നമുക്ക് ആ പ്രോപ്പർട്ടി ഒന്നുകൂടെ എഴുതി നോക്കാം. ഇവിടെ പറയുന്നത് നമ്മളെടുത്ത 3 സെറ്റുകളാണിത്. ഇതിനകത്ത് പി നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. ഒന്നെന്ന് പറയുന്ന ക്യൂവിലുണ്ടോ? ഇല്ല. അപ്പോൾ പി നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ. പിന്നെന്താണ് പറയുന്നത്? ക്യൂ നോട്ട് എ സബ്സെറ്റ് ഓഫ് ആർ. ഈ 2 3 എലമെൻറ്റുകൾ ആറിനകത്തുണ്ടോ? ഇല്ല. അപ്പം ക്യൂ ആറിൻ്റെ സബ്സെറ്റ് അല്ല, അല്ലെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ് അല്ല, ആറിൻ്റെ പ്രോപ്പർ സബ്സെറ്റ് അല്ല. ഇതെന്ത് ഇംപ്ലൈ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പി എന്ന് പറയുന്നത് ആറിൻ്റെ പ്രോപ്പർ സബ്സെറ്റ് അല്ല എന്നാണ് ഇംപ്ലൈ ചെയ്യുന്നത്. പക്ഷെ നോക്കിക്കേ, പിയിലെ എലമെൻ്റ് 1 എവിടെ വന്നിട്ടുണ്ട്? ആറിൽ വന്നിട്ടുണ്ട്. ആറിൽ വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? പി നോട്ട് എ സബ്സെറ്റ് ഓഫ് ആർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സബ്സെറ്റ് ആവാം, ആവാതിരിക്കാം. നമ്മൾ ഈ കേസിലെടുത്ത സ്ഥിതിക്ക് ഈ കേസിലെടുത്ത സെറ്റ് എന്ന് പറയുന്നത് 1 4 5 ആയതുകൊണ്ട് പി എന്ന് പറയുന്നത് എന്തിൻ്റെ സബ്സെറ്റ് ആവും? ഇവിടെ പി എന്ന് പറയുന്നത് ആറിൻ്റെ സബ്സെറ്റ് ആവും. ഇനി ഞാൻ എടുത്ത 6 എന്ന് പറയുന്ന സെറ്റ് 4 5 എന്ന് പറയുന്ന 4 5 എലമെൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെറ്റാണ്. ഇത് ക്യൂ സബ്സെറ്റ് ഓഫ് ആർ എന്ന് പറയുമോ? പറയത്തില്ല. അപ്പോൾ ഈ കണ്ടീഷൻ അനുസരിക്കുന്നുണ്ട്. പി സബ്സെറ്റ് ഓഫ് ക്യൂ ആണോ? അല്ല. ഇനി നോക്കിയേ, പി സബ്സെറ്റ് ഓഫ് ആർ ആണോ? പി സബ്സെറ്റ് ഓഫ് ആർ അല്ല. പി സബ്സെറ്റ് ഓഫ് ആർ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഉറപ്പായിട്ട് എന്താ പറയാൻ പറ്റത്തില്ല? പി സബ്സെറ്റ് ഓഫ് ആർ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഇംപ്ലിക്കേഷൻ തെറ്റാണ്, ഇത് ഫാൾസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഈ 5 എക്സാമ്പിളുകൾ 5 സ്റ്റേറ്റ്മെൻറ്റുകൾ ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യുമ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ഇവിടെ ദെൻ, അതായത് ഇഫ് ദെന്ന് കാണിക്കുന്നത് ഇംപ്ലൈ ചെയ്യാന്ന്. അതായത് ഇവിടെ ഇപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്തൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എല്ലാം പറയാൻ പറ്റും. ഇതിനകത്ത് വരുന്ന ട്രാപ്പ് എന്തുവാന്ന്? പി ക്യൂവിൻ്റെ സബ്സെറ്റ് ആകുന്നില്ല എന്നവർ പറയുന്നുണ്ട്. ഒപ്പം ക്യൂ ആറിൻ്റെ സബ്സെറ്റ് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അവരെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? എന്താണ്? പി ഒരിക്കലും ആറിൻ്റെ സബ്സെറ്റ് ആവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ചെയ്ത എക്സാമ്പിളിൽ പി ആറിൻ്റെ സബ്സെറ്റ് ആവാത്ത എക്സാമ്പിളും ഉണ്ടായിരുന്നു, പി ആറിൻ്റെ സബ്സെറ്റ് ആവുന്ന എക്സാമ്പിളും ഉണ്ടായിരുന്നു. അപ്പോൾ ചിലയിടത്ത് പി ആറിൻ്റെ സബ്സെറ്റ് ആവും, ചിലയിടത്ത് പി ആറിൻ്റെ സബ്സെറ്റ് ആവില്ല. പക്ഷെ ഉറപ്പായിട്ട് ആറിൻ്റെ സബ്സെറ്റ് ആവില്ല എന്ന് പറയാൻ പറ്റുമോ? ഇംപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആയത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഈ ചോദ്യം നിങ്ങൾ നോക്കിക്കേ. പ്രൂവ് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് 5.
അല്ല, പ്രൂവ് ദാറ്റ് ഇഫ് എ സബ്സെറ്റ് ഓഫ് 5 ദെൻ എ ഈക്വൽ ടു 5 എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം എ 5യുടെ സബ്സെറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. എ 5യുടെ സബ്സെറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. എ 5യുടെ സബ്സെറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഉറപ്പാണോ? ഉറപ്പാണ്. അതൊരു ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ഉറപ്പായിട്ടുള്ള മറ്റൊരു കാര്യം എന്തറിയാം? 5 എന്ന് പറയുന്നത് ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ് ആവും. 5 എന്ന് പറയുന്നത് ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ് ആവും. 5 ഈസ് ദ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് എന്ന് പറയാൻ പറ്റും. ആ എവരി സെറ്റിനകത്ത് എയും വരുമോ? വരും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? എ സബ്സെറ്റ് ഓഫ് 5 ആണ്. അതിനോടൊപ്പം തന്നെ എന്ത് പറയുന്നു? 5 സബ്സെറ്റ് ഓഫ് എ ആണെന്നും പറയുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ഒപ്പം ബി സബ്സെറ്റ് ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ഇംപ്ലൈ ചെയ്യുന്നു? എ ഈക്വൽ ടു ബി ആണെന്ന് ഇംപ്ലൈ ചെയ്യുന്നു. ഇവിടെ എ സബ്സെറ്റ് ഓഫ് 5 ആണ്, 5 സബ്സെറ്റ് ഓഫ് എ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എ ഈക്വൽ ടു 5 എന്നാണ്. എ ഈക്വൽ ടു 5 എന്നാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി അടുത്ത ചോദ്യം ചെയ്യുന്നതിന് നമുക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ അറിയണം. എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. എന്താണ് എക്സ്ട്രാ കാര്യങ്ങളെന്ന് അറിയണം. ഞാൻ ഈ സെറ്റിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. നമുക്ക് ഈ സെറ്റ് എന്ന് പറയുന്നത് നമുക്കിനി പഠിക്കാതിരിക്കുന്ന പല ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന പല ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരും. അപ്പോൾ അത്തരത്തിൽ പഠിച്ചു വെച്ചേക്കേണ്ട ഒരു കാര്യമാണ് 2ൻ്റെ പവറുകൾ വരുന്ന സംഖ്യകൾ. അതായത് 2ൻ്റെ പവറുകൾ എടുത്തിട്ട് 2 റേസ് ടു എന്ന് പറഞ്ഞ് നമ്മൾ പല സംഖ്യകൾ എഴുതുമല്ലോ. അത്തരത്തിലുള്ള സംഖ്യകൾ ഒരു 10 എണ്ണം വരെയുള്ള പവറുകൾ വരുന്ന സംഖ്യകൾ കാണാതെ പഠിച്ച് വെച്ചേക്കണം. കാണാതെ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇവിടെ ഈ ചോദ്യം ചെയ്യുന്നതിന് 2⁻1 2 ആണെന്നറിയുക, 2⁻2 4, 2⁻3 8, 2⁻4 16, 2⁻5 ആകുമ്പോൾ എന്ത് വരും? 32 വരും. 2⁻6 ആകുമ്പോൾ 64. ഓക്കെ അല്ലേ? 2⁻7 ആകുമ്പം 64ൻ്റെ ഇരട്ടി വരും, 128. 2⁻8 ആകുമ്പം 128ൻ്റെ ഇരട്ടി 256. 2⁻9 ആകുമ്പം 256ൻ്റെ ഇരട്ടി 512. 2⁻10 ആകുമ്പം 1024. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് നമുക്കറിയാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇനി മുതൽ നമ്മളിത് അറിഞ്ഞു വെച്ചേക്കണമെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം. എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത് നോക്കാം. 2 ഫൈനൈറ്റ് സെറ്റ്സ് ഹാവ് m and n എലമെൻറ്റ്സ്. അതായത് സെറ്റ് എ, സെറ്റ് ബി, 2 സെറ്റാണ്. ആദ്യത്തെ സെറ്റിനകത്ത് m എലമെൻറ്റ്സ് ഉണ്ട്. അതായത് എയുടെ കാർഡിനാലിറ്റി m ആണ്. അടുത്ത സെറ്റിനകത്ത് n എലമെൻറ്റ്സ് ഉണ്ട്. n എലമെൻറ്റ്സ് എന്ന് പറയുമ്പം ബിയുടെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ m n. The number of subsets of the first set is 112 more than that of the second set. അപ്പോൾ രണ്ടാമത്തെ സെറ്റിൽ എത്ര സബ്സെറ്റ് ഉണ്ടോ അതിനേക്കാൾ 112 സബ്സെറ്റ് കൂടുതലാണ് ഇവിടെ ആദ്യത്തെ സെറ്റിനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? എ എന്ന് പറയുന്ന സെറ്റിൽ m എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം 2⁻m ആണ്. ബി എന്ന് പറയുന്ന സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം 2⁻n ആണ്. 2 ആ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതായിരിക്കും അതിൻ്റെ സബ്സെറ്റ്സുകളുടെ എണ്ണം, നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ഇത്രയും കാര്യം നമുക്കറിയാം. അവർ പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ സെറ്റിൽ എത്ര സബ്സെറ്റ് ഉണ്ടോ അതെന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റിലെ സബ്സെറ്റുകളുടെ എണ്ണത്തേക്കാൾ 112 കൂടുതലാണ്. അതായത് 2⁻n ആണ് ഇവിടെ രണ്ടാമത്തെ സെറ്റിലെ സബ്സെറ്റ്. അതിൻ്റെ കൂടെ 112 കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 2⁻m കിട്ടണം. ആദ്യത്തെ സെറ്റിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം കിട്ടണം. അതായത് 112 എന്ന് പറയുന്നത് 2⁻mൽ നിന്നും 2⁻n കുറയ്ക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്ത് കണ്ടുപിടിക്കുക? m n കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ട്രിക്കുണ്ട്. ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ട്രിക്ക് എന്താണ്? നമുക്കിവിടെ ഈ സബ്സെറ്റുകളുടെ എണ്ണത്തിൻ്റെ ഡിഫറൻസ് തന്നിരിക്കുന്നത് 112 ആണ്.
ഈ 112ൻ്റെ തൊട്ട് മുകളിലുള്ള 2ൻ്റെ പവർ വരുന്ന സംഖ്യ നോക്കുക. 112ൻ്റെ തൊട്ട് മുകളിലുള്ള 2ൻ്റെ പവർ വരുന്ന സംഖ്യ 64. 2⁻6 64 ആണ്. 2⁻7 എന്താണ്? 128 ആണ്. അപ്പോൾ 2⁻7 128 എടുക്കുക. ഈ 128ൽ നിന്ന് എന്ത് ചെയ്യണം? 128ൽ നിന്നും 112 നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻസ് അങ്ങ് കുറയ്ക്കുക. 8 2 പോയ 6, 12 11 പോയി കഴിഞ്ഞാൽ 1. ഈ 16 എന്ന് പറയുന്ന സംഖ്യ 2ൻ്റെ ഏത് പവർ ചെയ്യുമ്പോഴാണ് കിട്ടുന്നതെന്ന് നോക്കുക. 16 2⁻4. 2⁻4 എന്നാണ്? 16 ആണ്. അപ്പോൾ 2⁻7 മൈനസ് 2⁻4 ആണ് 2⁻m മൈനസ് 2⁻n. മനസ്സിലായി എങ്ങനെ എടുത്തതെന്ന്? ഒന്നുകൂടെ പറഞ്ഞുതരാം. എങ്ങനെയാണ് എടുത്തതെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു സെറ്റിന് m എലമെൻറ്റ്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റിന് n എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിന് 2⁻m സബ്സെറ്റ്സ് ഉണ്ട്, ഇതിന് 2⁻n സബ്സെറ്റ്സ് ഉണ്ട്. ഈ സബ്സെറ്റുകളുടെ ഡിഫറൻസ് അല്ലെങ്കിൽ ചെറിയ രണ്ടാമത്തെ സബ്സെറ്റുകളുടെ എണ്ണത്തിൻ്റെ കൂടെ 112 കൂട്ടിക്കഴിഞ്ഞാൽ ആരെ കിട്ടും? ഒന്നാമത്തെ സെറ്റിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ ആ 112 എന്ന് പറയുന്നത് 2⁻m മൈനസ് 2⁻n എന്ന് എഴുതാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് എഴുതാം. ഇനി എമ്മും എന്നും കണ്ടുപിടിക്കുന്നതിന് ആരെ അറിയണം? 2ൻ്റെ പവർ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് അറിയണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 112 എന്ന് പറയുന്ന നമ്പറാണ്. 112നേക്കാൾ ജസ്റ്റ് മുകളിലുള്ള 2ൻ്റെ പവർ വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കണം. ഏതാണ്? 128 ആണ്. അപ്പോൾ 128 എഴുതി. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 112 കുറയ്ക്കണം. 16 കിട്ടും. ഈ 16 എന്ന് പറയുന്നത് 2 ഏത് സംഖ്യയാണെന്ന് നോക്കണം. 2⁻4 ആണ് 16. ഇതാ കിടക്കുന്നത് 2⁻4. അപ്പോൾ 2⁻7 മൈനസ് 2⁻4 ആണ് എന്ത്? 2⁻m മൈനസ് 2⁻n എന്ന് വരും. 128 എന്ന് പറയുന്നത് 2⁻7, 16 എന്ന് പറയുന്നത് 2⁻4. ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് m എന്ത് വരും? ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ഇതിൽ നിന്ന് നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. എന്താണ് ഇവിടെ ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നു. 2⁻7 മൈനസ് 2⁻4, 2⁻m മൈനസ് 2⁻n. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ m ഈസ് ഈക്വൽ ടു 7 എന്ന് വരും, n ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ m ഈസ് ഈക്വൽ ടു 7 ആൻഡ് n ഈസ് ഈക്വൽ ടു 4. ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. ഇത് നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമല്ലോ? ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഇനി അടുത്ത ഓരോ സെറ്റുകളുടെയും പ്രോപ്പർ സബ്സെറ്റുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓരോ സെറ്റുകളുടെയും പ്രോപ്പർ സബ്സെറ്റുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്നിങ്ങനെയാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. എ സബ്സെറ്റ് ഓഫ് ബി ആകുമ്പോൾ നമ്മൾ ആ സബ്സെറ്റിൻ്റെ താഴെ ഒരു വര കൊടുക്കും, ഒരു ലൈൻ കൊടുക്കും. ശരിയാണോ? അതില്ലാതെ വരുമ്പോൾ എന്താണ് നമ്മൾ വായിക്കേണ്ടത്? പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് വായിക്കണം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്? എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ട്. എക്സ് എലമെൻറ്റ് ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് ബിയിലെ എലമെൻ്റ് ആണ്. പക്ഷേ എ ബിക്ക് ഈക്വൽ ആവുമോ? എ ബിക്ക് ഈക്വൽ ആവില്ല. എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലുണ്ടെന്ന് പറയാം, പക്ഷേ എ ബിക്ക് ഈക്വൽ ആവുമോ? ഇല്ല, എ ബിക്ക് ഈക്വൽ ആവില്ല. അവർ രണ്ടുപേരും അൺഈക്വൽ സെറ്റാണ്. ഇതാണ് പ്രോപ്പർ സബ്സെറ്റിൻ്റെ പ്രത്യേകത. ഇനി ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫിഗറിനകത്ത് ഏറ്റവും ചെറിയ വട്ടം എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ എന്നാണ് കാണിച്ചേക്കുന്നത്. നാച്ചുറൽ നമ്പർ, ഏറ്റവും ചെറിയ സർക്കിൾ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ഈസ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ്. നാച്ചുറൽ നമ്പറിനേക്കാൾ വലിയ സർക്കിൾ എന്തിനെയാണ് കാണിക്കുന്നത്? ഹോൾ നമ്പറിനെയാണ് കാണിക്കുന്നത്. നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ. അപ്പോൾ നാച്ചുറൽ നമ്പർ ഈസ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ഹോൾ നമ്പർ ഈസ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ്. അതിനേക്കാൾ വലിയ സർക്കിൾ എന്തിനെയാണ് കാണിക്കുന്നത്? ഇൻറ്റിജറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഹോൾ നമ്പർ ഈസ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് നമുക്ക് പറയാം. ഈസ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ്
ഹോൾ നമ്പറിനേക്കാൾ വലിയ, അതായത് ഹോൾ നമ്പർ എവിടെയാണ് കിടക്കുന്നത്? ഇൻ റിയൽ നമ്പേഴ്സിലാണ് കിടക്കുന്നത്. റിയൽ നമ്പേഴ്സ് അല്ല, ഇതെന്താണ്? റാഷണൽ നമ്പേഴ്സാണ്. ഓക്കെ, റാഷണൽ നമ്പേഴ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർ സബ്സെറ്റാണ് ഇൻറ്റിജർ. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് പ്രത്യേകം കിടക്കുന്ന നമ്പറാണ്. ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം കിടക്കുന്ന നമ്പറാണ്. നമുക്ക് എന്താണ് റാഷണൽ നമ്പർ, എന്താണ് നാച്ചുറൽ, ഹോൾ നമ്പർ, ഇസഡ്, ഇൻറ്റിജർ, റിയൽ, റാഷണൽ നമ്പർ എന്നൊക്കെ നമുക്കറിയാം. റാഷണൽ നമ്പറിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആറല്ല. റാഷണൽ നമ്പറിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ആണ്. ക്യൂ അല്ലേ റാഷണൽ നമ്പർ? ആണ്. അതല്ല നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് നാച്ചുറൽ നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3 അങ്ങനെ എഴുതാൻ പറ്റുന്ന ഫൈനൈറ്റ് സെറ്റിനെയാണ് നാച്ചുറൽ നമ്പർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 0 കൊടുക്കുമ്പോഴാണ് ഇത് ഹോൾ നമ്പർ ആവുന്നത്. 0 കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് n = W എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നിലുള്ള എല്ലാ എലമെൻസും ആരിലുണ്ട്? ഡബ്ല്യൂയിലുണ്ട്. അതുകൊണ്ടാണ് n പ്രോപ്പർ സബ്സെറ്റ് ഓഫ് W അല്ലെങ്കിൽ ഹോൾ നമ്പർ എന്ന് പറയാൻ പറ്റുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട്? നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, 0 ഉണ്ട്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്. ഇതാണ് ഹോൾ നമ്പർ. ഇതാണ് ഹോൾ നമ്പർ അല്ല, ഇതാണ് ഇൻറ്റിജേഴ്സ്, ഇസഡ് എന്ന് പറയും. അപ്പോൾ ഈ ഹോൾ നമ്പർ ഇസഡിന് ഈക്വൽ ആണോ? ഈ 0 മുതൽ 1, 2, 3 അതാണ് ഹോൾ നമ്പർ. അത് ഇസഡിന് ഈക്വൽ ആവും? ഒരിക്കലും ഈക്വൽ ആവില്ല. പക്ഷേ ഈ സംഖ്യകൾ, ഈ എലമെൻറ്റ്സ് എവിടെ വരുന്നുണ്ട്? ഹോൾ നമ്പറിലെ എലമെൻറ്റ്സ് എവിടെ വരുന്നുണ്ട്? ഇൻറ്റിജേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഹോൾ നമ്പർ ഇസ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത എന്താണ്? ഇൻറ്റിജേഴ്സ് എവിടുത്തെ സബ്സെറ്റ് എന്ന് പറയാം? റാഷണൽ നമ്പറിൻ്റെ സബ്സെറ്റ് എന്ന് പറയാം. കാരണം എന്താണ്? റാഷണൽ നമ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം ഇങ്ങനെയാണ് പറയുന്നത്: എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു P/Q. എക്സിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റും. P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ്. പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആണ്. പിന്നെ അടുത്ത പോയിൻ്റ് എന്താണ്? Q നോട്ട് ഈക്വൽ ടു 0. Q 0 അല്ല, പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ എക്സുകളും എവിടെ വരും? റാഷണൽ നമ്പറിൽ വരും, റാഷണൽ നമ്പറിനകത്ത് വരും. അപ്പം റാഷണൽ നമ്പറിൻ്റെ സെറ്റ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി നോക്കിയേ, ഏതൊരു ഇൻറ്റിജർ എടുത്തു കഴിഞ്ഞാലും ആ ഇൻറ്റിജറിനെ ബൈ 1 എന്ന് എനിക്ക് എഴുതിക്കൂടെ? അതായത് ഇപ്പോൾ -3 എടുത്താൽ -3/1 എന്ന് എഴുതാം. 0 എടുത്താൽ 0/1 എന്ന് എഴുതാം. ഇനി 100 എടുത്തു കഴിഞ്ഞാൽ 100/1 എന്ന് എഴുതാം. ഏതൊരു ഇൻറ്റിജറിനെയും ആ ഇൻറ്റിജർ ബൈ 1 എന്ന് എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റുന്നത് കൊണ്ട് ഇതിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റുമോ? 1 ഒരു ഇൻറ്റിജറാണ്, n ഒരു ഇൻറ്റിജറാണ്, P ഒരു ഇൻറ്റിജറാണ്, Q ഒരു ഇൻറ്റിജറാണ്. അപ്പം ഇതെല്ലാം തന്നെ എവിടെ വരും? ഇതെല്ലാം തന്നെ റാഷണൽ നമ്പറിനകത്ത് വരും. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? എല്ലാ ഇൻറ്റിജറും എവിടെ വരും? ഇസ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് റാഷണൽ നമ്പറാണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇൻറ്റിജർ എന്ന് പറയുന്ന റാഷണൽ നമ്പറിന് ഈക്വൽ ആവുമോ? ഒരിക്കലും ഈക്വൽ ആവില്ല. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഗതി. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ഡയഗ്രം കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? ഏറ്റവും ചെറിയ സർക്കിൾ നാച്ചുറൽ നമ്പർ എന്തിനകത്ത് വരുന്നു? ഹോൾ നമ്പറിനകത്ത് വരുന്നു, അതിനേക്കാൾ വലിയ സർക്കിൾ. ആ ഹോൾ നമ്പർ എവിടെ വരുന്നു? ഇൻറ്റിജറിനകത്ത് വരുന്നു, അതിനേക്കാൾ വലിയ സർക്കിൾ. ആ ഇൻറ്റിജർ ഇത്രയും കാര്യങ്ങൾ എവിടെ വരുന്നു? റാഷണൽ നമ്പറിനകത്ത് വരുന്നു. അപ്പോൾ അത്രയും പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ? ഇതെല്ലാം തന്നെ എവിടെ വരുന്നു? റാഷണൽ നമ്പറിനകത്ത് വരുന്നു. ഇത് കൂടാണ്ട് കിടക്കുന്ന ഏരിയയാണിത്. ഈ സർക്കിളിനകത്ത് ഇത്രയും ഭാഗം റാഷണൽ നമ്പറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഏരിയ ഇതാണ് ഇറാഷണൽ നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു നമ്പർ റാഷണൽ അല്ലെങ്കിൽ, അതായത് P/Q ഫോമിൽ എഴുതാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നമ്പറുകളാണ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്.
റാഷണൽ നമ്പറിന് പല രീതിയിൽ നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അല്ല, ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത സംഖ്യകളെയാണ്, അത്തരത്തിലുള്ള സെറ്റുകളെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. പല നൊട്ടേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് Q ഡാഷ് എന്ന് കൊടുക്കാം, ക്യൂവിൻ്റെ കോംപ്ലിമെൻ്റ് ഒക്കെ നമ്മൾ വീണ്ടും പഠിക്കും, എന്താണെന്ന് പഠിക്കും. അല്ലെങ്കിൽ റിയൽ നമ്പറിൻ്റെ സെറ്റ് -R എന്ന് കൊടുക്കാം. ഡിഫറൻസ് ഓഫ് എ സെറ്റൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നതാണ്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ ഇതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രോപ്പർ സബ്സെറ്റുകൾ എഴുതുന്ന രീതിയാണ് ഈ ഡയഗ്രത്തിലൂടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? നമുക്ക് ക്ലാസ് ഇത്രയും മതി. കൂടുതൽ ബൾക്കി ആയി കഴിഞ്ഞാൽ പഠിക്കാൻ പാടാണ്. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് എക്സാമ്പിളുകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ എക്സാമ്പിളിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ട്രാപ്പുകൾ എന്താണെന്നൊക്കെയാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ഉപകരിക്കുന്ന ഒരു ക്ലാസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലപോലെ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാർക്ക് സ്കോർ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഈ ഒരു ഭാഗത്തിന് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ചെയ്തു നോക്കുക. താങ്ക് യു.